ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ ബാക്കുവിലെ മൂന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ പതിവുപോലെ നമ്മുടെ 6:30 കഴിഞ്ഞ് പറഞ്ഞൊരു ചെറിയൊരു മോർണിംഗ് വാക്കൊക്കെ നടത്തിയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോരുന്ന വഴിയാണ്. തിരിച്ച് ഹോട്ടലിലേക്ക് പോരുന്ന വഴിക്ക് നല്ലൊരു പേസ്ട്രി ഷോപ്പ് ഉണ്ട്. ബേക്കറിയൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മുടെ സമൂസ, ബണ്ണ് ടൈപ്പ് സാധനങ്ങൾ, ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കയറി 2 ചെറിയ സ്നാക്സ് ഒക്കെ മേടിച്ചു. ഇന്നത്തെ പ്ലാൻ മിനിഞ്ഞാന്ന് ചെയ്ത പോലെ ഒരു ഡേ ട്രിപ്പാണ്. അത് 9 മണിക്ക് നമ്മുടെ ഇന്നർ സിറ്റി ചെറിയഷെയറിന്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ഏതായാലും ഒരു പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 8:30 മണിക്ക് തന്നെ നമ്മുടെ ടാക്സിക്കാരൻ വന്നു. ചൈനീസ് കാറുകളെല്ലാം ഇപ്പം നല്ല ഫേമസ് ആണ് ഇവിടെ. ഇലക്ട്രിക് വന്ന കാരണം കൂടുതലും ഈ ആപ്പ് ടാക്സിക്കാർക്കൊക്കെ ഇവിടെ എന്തോ റൂളുണ്ട്. അതായത് 2018 മുമ്പുള്ള വണ്ടികൾ ടാക്സി ഓടാൻ പാടില്ലെന്നോ റൈഡ് ഷെയറിങ്ങിൽ. അതുകൊണ്ട് പുതിയ കാറുകൾക്ക് ചൈനീസ് കാറുകളാണ് കൂടുതലും വരുന്നത്. വിലയുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ളത് കൂടുതലും ജാപ്പനീസ് കാറുകളൊക്കെ ആയിരുന്നു. ജാപ്പനീസ് യൂറോപ്യൻ കാറുകളാണ്. പക്ഷേ അതിന് സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് വില കൂടുതലാണ്. മോഡേൺ കാറുകളുടെ ഇടയ്ക്ക് നമ്മുടെ പഴയ 118 പേരൻ്റ് കാറ് കിടക്കുന്നു. അതായത് റഷ്യൻ ലാഡയാണത്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം മോഡേൺ കാറും നടുക്ക് മാത്രം പഴയ ലാഡ. ഇവിടെ ധാരാളമായിട്ടുണ്ട്. പക്ഷെ നല്ല കണ്ടീഷനിലാണ് ഓടുന്നത്. കൂടുതലും നമ്മുടെ നാട്ടിലെ 118 പറയുമ്പം അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. പെട്ടെന്ന് തുരുമ്പ് പിടിക്കുമായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെ അധികം തുരുമ്പൊന്നും കാണുന്നില്ല. അത്യാവശ്യം സ്ട്രോങ് മെറ്റൽ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കെന്ന് തോന്നുന്നു. ഇന്നത്തെ ഡേ ട്രിപ്പിനുള്ള ലൊക്കേഷൻസ് ഒരു 4 ലൊക്കേഷനാണ് മെയിനായിട്ടുള്ളത്. സിറ്റിയിൽ നിന്ന് 2 ഡയറക്ഷനിലേക്ക്, ഹാഫ് ഡേ ഒരു ഡയറക്ഷനിലും, പിന്നെ ലഞ്ച് സമയത്ത് സിറ്റിയിൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വേറൊരു ഡയറക്ഷനിലേക്ക് പോകും. അങ്ങനെ വൈകുന്നേരം 6 മണിയോടുകൂടി തീരുന്ന ഒരു ഡേ ട്രിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്താണ്. ഞാൻ ഇവിടുത്തെ എല്ലാ ഡേ ട്രിപ്പുകളും കൂടുതലും പോകാൻ പോകും. സെയിം സ്ഥലത്ത് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ വാനും ബെൻസിൻ്റെ വാൻ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ വാൻ. And all that colors has its own signification. The first one is the blue color, like in the road today also we have 8 independent Turkish cultural countries like Kazakhstan, Uzbekistan, Turkmenistan. Azerbaijan Republic is one of them. For showing that, we use from the blue color. The second color is a red color. That's the signification of the blood of the martyrs who died for the independence for the republic. At least we have green color, which means that a lot of locals who are living in Azerbaijan Republic, they are Muslims. But Azerbaijan is a circular country. It's not. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളി അസർബൈജാന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്കുലർ ആയിട്ടുള്ള കൺട്രിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഊന്നി പറയുന്നു. ഈ ഗൈഡ് പിന്നെ സ്പെയിനിലൊക്കെ പോയി കുറച്ച് കോളേജൊക്കെ പഠിച്ച. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി എക്സ്പോഷർ ഒക്കെ ഉണ്ട്. Part of the Azerbaijan, that actually this area being occupied by the Armenian Republic in 1992. Azerbaijan, for not losing this area also, give independence for the Nakhchivan. So now they're independent republic, but our president at the same time is a president of the Nakhchivan. And the local people who are living there, they're also Azerbaijanis. They have Azerbaijani passport also. വലിയ അപ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് അങ്ങനെ പുറപ്പെട്ട് ആദ്യത്തെ ലൊക്കേഷൻ ലക്ഷ്യമാക്കി പോവുകയാണ്. ആദ്യത്തെ ലൊക്കേഷൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്കാണ്. അത് സിറ്റിയിൽ നിന്ന് അധികം ദൂരം ഇല്ല. ഒരു 20-25 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ആ മോസ്കിൽ ചെല്ലും. സോ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഉറപ്പുള്ള ഒരു മലനിര പോലെ അല്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സൈഡിൽ വോളൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ലാൻഡ് സ്ലൈഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. മുകളിലൊരു വോളൊക്കെ ഉണ്ടല്ലോ. ഈ മോസ്കിന്റെ പേര് ബീബി ഹൈബാത്ത് മോസ്ക് എന്നാണ്. ഇവിടെ എല്ലാവരും കവർ ചെയ്യണം. ഷോർട്സ് ഇടാൻ പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ തലയിൽ കവർ ചെയ്യണം. ഇത് വലിയ സ്ട്രിക്റ്റ് അല്ല. ആണുങ്ങളാണെങ്കിൽ ഷോർട്സ് ഇടാൻ പാടില്ല. ബീബി ഹൈബത്ത് എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് നബിയുടെ വംശപരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു എന്നാണ് പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഈ ബീബി ഹൈബത്തിന്റെ ശവകുടീരത്തിന്റെ മുകളിലാണ് ഈ മോസ്ക് പണിതേക്കുന്നത്. അപ്പോൾ 13-ാം നൂറ്റാണ്ട് മുതലുള്ള മോസ്കാണ്. പക്ഷേ അത് 1930-കളിൽ നമ്മുടെ ബോൾഷെവിക്ക് റഷ്യൻ വിപ്ലവം ആകുന്ന സമയത്ത് അതെല്ലാം തകർക്കപ്പെട്ടു. അതിനു മുമ്പും പല യുദ്ധങ്ങളിൽ രാജാക്കന്മാരുടെ കാലത്ത് തകർത്തിട്ടുണ്ട്. പക്ഷേ റഷ്യൻ റൂളിന്റെ സമയത്താണ് അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും തന്നെ തകർക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് 1998-ലോ മറ്റോ അസർബൈജാൻ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് അത് ഫുള്ളി ഈ കാണുന്ന പരുവത്തിലേക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് പുതുക്കിയത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഭംഗിയുള്ള മോസ്കാണ്. ഈ മൊസൈക്ക് ഇഷ്ടംപോലെ മൊസൈക്കും ടൈൽസും ഒക്കെ വെച്ച് നല്ല കളർഫുള്ളാണ്.
ഒരു ഇസ്ലാമിക് ട്രഡീഷൻ പ്ലസ് ഒരു മോഡേൺ ആർക്കിടെക്ട് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണത്. നല്ല പെയിന്റിംഗ് വർക്കൊക്കെയാണ് അതിന്റെ ഡോമിൽ നിന്ന് അകത്ത് നോക്കുമ്പോൾ നല്ല ബ്ലൂ ആൻഡ് ഒരു ടർക്കോയ്സ് ബ്ലൂവും പിന്നെ ഗ്രീനും അകത്തെ പെയിന്റിംഗ് ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ 19-ാം നൂറ്റാണ്ടില് ഫ്രഞ്ച് റൈറ്റർ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളി ഇതിനെപ്പറ്റി എഴുതിയേക്കുന്ന ഒരു സവിശേഷമായ കാര്യം, ഇതൊരു ലേഡീസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോസ്കാണ്. കാരണം ഇവിടെ വന്നിരുന്ന ലേഡീസ് ഒരു 9 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സന്താന ലബ്ധിക്ക് വേണ്ടി ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്ക് എന്നാണ് അങ്ങനെയാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ഇതാണ് അതിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചറാണ് ഇവിടുത്തെ പോയിന്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കുവിലെ പോർട്ടൊക്കെ കാണാം. ചെറിയ ചെറുകിട ഷിപ്പ് ബിൽഡിങ്ങും പിന്നെ കാർഗോ മൂവ്മെന്റും കാർഗോ ബാർജുകളും അങ്ങനത്തെ ചരക്ക് കപ്പലുകളും ഒക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്ന കാണാം. മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ബാക്കുവിന്റെ കടലിനടുത്ത് തന്നെയാണ്. ഇനി ഇന്ന് മെയിനായിട്ട് ഉച്ചയ്ക്ക് മുമ്പ് കാണേണ്ട 2 സ്ഥലങ്ങള്, ഒന്ന് ഗോബുസ്ഥാൻ നാഷണൽ പാർക്ക് ഉണ്ട്, പിന്നെ അതിനു മുമ്പ് തന്നെ ഒരു മഡ് വോൾക്കാനോയുടെ സ്ഥലമുണ്ട്. അപ്പൊ അത് രണ്ടും ഫേമസ് ആണ് ഇവിടെ. അപ്പൊ അത് രണ്ടുമാണ് ഇനി ലഞ്ച് ടൈമിന് മുമ്പുള്ള പ്ലാൻ എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ലഞ്ച് കഴിക്കാൻ വേണ്ടി സിറ്റി തന്നെ വരും. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ ഫയർ ടെമ്പിള്, ഫയർ മൗണ്ടൻ ഒക്കെ കാണാനിരിക്കുന്നു. നല്ല സോളിഡ് ആയിട്ടൊരു വാള് കൊടുത്തിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ് അവോയ്ഡ് ചെയ്യാനാണ് തോന്നുന്നു. The Gobustan. First one will be a mud volcano tour. And even from here, you can see the picture of the mud volcano. In the world, we have more than 700 mud volcanoes like this. ഈ ഗോബുസ്ഥാൻ നാഷണൽ പാർക്ക്, മഡ് വോൾക്കാനോ അതൊക്കെയുള്ള സ്ഥലത്തേക്ക് അവിടെ നിന്ന് പോകണം. നേരെ ഹൈവേ തന്നെയാണ് കുറച്ച് ദൂരം. മോസ്കിന്റെ അവിടെ നിന്ന് ഒരു 40-45 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം ആയിരിക്കും. ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ സ്റ്റേറ്റാണ്. കത്തിക്കൊണ്ട് കുറച്ച് എനിവേ, അപ്പൊ അവിടെ നമ്മൾ മോസ്ക് കണ്ടിട്ട് നേരെ പോണ വഴിക്ക് പക്ഷെ ചെറിയൊരു പ്രശ്നം വന്നു. പെട്ടെന്ന് നല്ല നൂറിപ്പൊക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്നൊന്ന് പാളി ടയർ ഫ്ലാറ്റായി. വലിയ സൗണ്ടൊക്കെ കേട്ടു. എന്തായാലും കുഴപ്പമില്ല, സൈഡിലേക്ക് ഡ്രൈവർ വിദഗ്ധമായിട്ട് ഒതുക്കി. അതുകൊണ്ടൊരു 15-20 മിനിറ്റ് പോയി കിട്ടി. സ്റ്റെപ്പിനെയൊക്കെ ഇട്ടിട്ട് വീണ്ടും കയറി. മഡ് വോൾക്കാനോയുടെ സ്ഥലത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് ആദ്യം വാനേന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു നമ്മുടെ റഷ്യൻ ലാഡ്, അതായത് 180യുടെ സെയിം തന്നെ സ്റ്റൈലുള്ള സാധനം. അപ്പൊ അതിലിങ്ങനെ 3 പേര് വെച്ച് കുറച്ച് കാറയിൽ കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോവാണ് മഡ് വോൾക്കാനോ കാണാൻ വേണ്ടി. Ruben. 1982. Yeah, yes. പറക്കാണ് വില്ലേജ് റോഡിൽ കൂടെ ഒക്കെ സംഗതി പറക്കാണ്. Salam, your name? Sarwan. പുള്ളി നല്ല പറപ്പീരാണ്. ഈ ടാറിടാത്ത റോഡിൽ കൂടെ, മണ്ണ് പിടിച്ച റോഡിൽ കൂടെ പുള്ളി പോണത് 80-90 കിലോമീറ്റർ പെർ അവറിലൊക്കെ പുള്ളി പോണത്. നല്ല ഉഗ്രം ഡ്രൈവിംഗ് ആണ് പുള്ളി. നമുക്കൊരു പേടി, ഈ പഴയ വണ്ടി ആയതുകൊണ്ട് എവിടെയാലും മറിയോ ആക്സിലൊടിയോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരു 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. നമ്മൾ വാൻ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഈ മഡ് വോൾക്കാനോയുടെ സ്ഥലത്തേക്ക് ഒരു 15 മിനിറ്റ് കാറിലിരിക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ചെല്ലും. അവിടെ ഇങ്ങനെ കുറെ ചെറിയ സ്പോട്ടുകളുണ്ട് ഇങ്ങനെ മഡ് വോൾക്കാനോ വന്നേക്കുന്ന ഇവിടെ. ഈ മഡ് വോൾക്കാനോ എന്ന് പറയുന്നത് ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിന്റെ ഏരിയക്കകത്ത് തന്നെയാണ്. ശരിക്കും ഒരു വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഈ ചെറിയ ടെക്ടോണിക് ആക്ടിവിറ്റി കാരണം പുറത്തേക്ക് വരുന്നത്. ഈ ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു 300 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ചെറിയ ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ്, മഡ് വോൾക്കാനോ. ഇങ്ങനെ നനവുള്ള ചെളി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. കൂടെ മീഥേൻ ഗ്യാസും ഉണ്ട്. Down here you can see that we have a lot of volcanoes. Okay. Why? Because this place is situated at the seismic zone. We have a lot of earthquakes here. And also at the down of each volcano, we have a natural gas that's called methane gas. We have a crude oil and the mud, as you see. The dark color is the color of that crude oil. The gray one is the color of the mud. And we have a high pressure at the bottom of the land. So that's why it's making to mud control and the other liquid to came to the surface of that volcanoes. അപ്പൊ നമ്മളെ ഗൈഡ് ലൈറ്ററൊക്കെ കൊടുത്തൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ കുറെ നേരം നിന്ന് കത്തും അത്. അപ്പൊ അത് രസമായിരുന്നു കാണാൻ.
ചെളിയുടെ കുമളകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ക്ലേയും പിന്നെ കുറച്ച് മിനറൽസും എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സാണ് പുറത്തേക്ക് വരുന്നത്. ഈ പുള്ളി എന്തിനാന്ന് അറിയത്തില്ല, അവിടെ നിന്ന് കുപ്പിക്കകത്ത് ഈ ചെളി കോരിക്കൊണ്ട് പോകുന്നുണ്ട്. മഡ് ഇനി വല്ല ഔഷധ ഗുണമുണ്ടോ, മഡ് ബാത്തിന് വല്ലതാണെന്ന് അറിയത്തില്ല. അല്ല, പുള്ളി ഒരു പെറ്റ് ബോട്ടിലിനകത്ത് കയറിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രൈവറ്റ് കാറുകളും വരുന്നുണ്ട്, 4 വീൽ ഡ്രൈവ് ഒക്കെയാണ് കൂടുതലും. പക്ഷേ നമ്മുടെ സ്റ്റാർ ഈ 4 വീലൊന്നുമല്ല, സ്റ്റാർ നമ്മുടെ ലാഡയാണ്, 2 വീൽ ഡ്രൈവ് ആണ്. തുരത്ത് കാണാൻ മഡ് വൾക്കാനോല് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ് വന്നു. അങ്ങനെ അവിടെ നമ്മൾ വീണ്ടും പുള്ളിയുടെ കാറൊക്കെ തന്നെ കയറി തിരിച്ചു. വൾക്കാനാ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നാഷണൽ പാർക്കിലേക്ക് പോവാണ്. ഗുൽബുസ്ഥാൻ നാഷണൽ പാർക്ക്. അതിവിടുന്ന് വാനയിൽ ഇറങ്ങിയ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വാനയിൽ തന്നെ പോകണം. 5 മിനിറ്റ് ഉള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പഴയ റഷ്യൻ ലാഡയിലുള്ള യാത്ര. 2 വീൽ ഡ്രൈവ് ആണെങ്കിലും നല്ല ഓഫ് റോഡാണ്. കേട്ടോ, പഴയ സാധനമാണ്. ഇയർ ബോക്സൊക്കെ പണ്ടത്തെ നിസാൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവർ സാറ്. വന്ന പോലെ തന്നെ പുള്ളി നല്ല പറപ്പിച്ച് പോവാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വണ്ടിയുടെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും വാനെ കയറി ഈ പറഞ്ഞ ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിലേക്ക് പോവാണ്. നമ്മൾ നാഷണൽ പാർക്കിനകത്ത് കയറുകയാണ്. ഗുൽബുസ്ഥാൻ നാഷണൽ പാർക്കിലേക്കുള്ള റോഡാണ്. 6,000 petroglyphs. The range of the ages go from 4,700 years old to 21,000 years old. In 2007, it was included in the World Heritage List of UNESCO. It's prohibited to touch anything, guys. Okay, keep. ഗുൽബുസ്ഥാൻ നാഷണൽ പാർക്കാണ്. റോക്കി ടെറൈനാണ്. ഇതും ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈറ്റാണ്. കാരണം ഇവിടെ ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈമിലുള്ള ആദിമ മനുഷ്യരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഗുഹകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. Stones. Back in time, these stones were used over here as the very first and very simple musical instrument. This one is not original. Original ones we have over there, we cannot touch them. It's under protection of UNESCO, as I said. But this one, exact same type of a stone, so you can hear how it sounds. Ребят, это не оригинальный камень, но у нас есть такие же оригинальные. Оригинальные просто мы трогать не можем. Таким вот звуком обладает. You see, it has like a... ഇതൊരു രസമുണ്ട്. അവിടുത്തെ ഒരു റോക്കാണ്, അത് മ്യൂസിക്കൽ റോക്ക് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു മെയിൻ സാധനം അകത്താണ്. അത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഒരു പ്രൊട്ടക്ട് ആയിട്ട് വെച്ചേക്കാം. അതിന്റെ ഒരു ചെറിയ പീസ് പോലുള്ള സാധനം പുറത്ത് വെച്ചിട്ടുണ്ട്. പ്ലേ ചെയ്യാം, കല്ലുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ. വയനാട്ടിലെ എടക്കൽ കേവ്സ് എന്നൊക്കെ പറയുന്ന പോലെ പണ്ടത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ചെറിയ ഗുഹയും പാറകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനിലേക്കാണ് ഇനി പോകേണ്ടത്. വരുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ റോക്കേല് നമ്മുടെ കല്ലുകൊണ്ടൊക്കെ പാറയിൽ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്ന ചെറിയ ചെറിയ ആർട്ട് ഫോമുകളുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഒരു ബേസിക് പടം വരെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഡെവലപ്ഡ് ആർട്ട് എന്ന് പറയാൻ പറ്റുകയില്ല, എന്നാലും ബേസിക് ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഒരു ഏജ് കണക്കാക്കിയേക്കുന്ന 5000 മുതൽ 20,000 വർഷങ്ങൾക്ക് പുറകോട്ടാണ്. ആ സമയം മുതൽ, അതായത് 5000 മുതൽ 20,000 വർഷം മുമ്പ് പോലെയൊക്കെ ഈ ഏരിയയിലൊക്കെ മനുഷ്യർ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു രസകരമായ കാര്യം. പക്ഷെ ശരിക്കും കാണത്തില്ല, ചെറിയ റോക്ക് കാവിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ബോട്ടിന്റെ ഷേപ്പല്ലേ കാണുന്നത്. This is the main petroglyphs over here. Petroglyphs of people. They are everywhere because petroglyphs of because people was local reference. They were taking a look at each other and doing petroglyphs and making copies. You can see also petroglyphs of animals, but here we have a lot of petroglyphs over and over each other. That's why you cannot see them very well. I will show the better ones on the entry. You see the ones above, we don't have anything above, but before people could climb. It was not actually that difficult. We had trees everywhere over here, but petroglyphs above were above the sand level. You know, the ones below were covered with the sand. That's why they are in a better condition. But the ones above almost completely disappear. ഇതും നമ്മുടെ യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചേക്കുന്ന സ്ഥലമാണ് ഈ ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിലെ ഈ റോക്ക് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചേക്കുന്നതാണ്. ബാക്കുന്ന് ഓൾമോസ്റ്റ് ഒരു 70 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം എത്തണമെങ്കിൽ. രസമാണ്, പല രീതിയിലുള്ള ചിത്രങ്ങളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ചെറിയൊരു ക്യാമൽ ക്യാരവൻ പോലെ, ബുൾ ഫൈറ്റ്, ഹോഴ്സസ്, ആട്,
അവർ ആ സമയത്തുള്ള അവരുടെ ഒരു ജീവിത രീതിയും കൂടുതലും മൃഗങ്ങളെയൊക്കെ വെച്ചുള്ള ഒരു ജീവിതമായിരുന്നു തോന്നുന്നു. കൃഷിയൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നില്ല ആ സമയത്ത്. You can see the highest density of petroglyphs over here. Looks like randomly made carvings, but actually, if you take a closer look, all of them are separate petroglyphs of people. You can see body, legs, hands, head, body, legs, hands, head. ഇവരുടെ ഈ 5000 വർഷം മുമ്പുള്ള ഈ ഇതിനകത്തൊക്കെ ചെറിയ വൈക്കിംഗ് ഷിപ്പ് പോലുള്ള ചെറിയ പടങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് 5000 വർഷം മുമ്പ് തന്നെ ഈ കടൽ വഴിയുള്ള എന്തെങ്കിലും കോണ്ടാക്റ്റുകളും മറ്റ് സിവിലൈസേഷനും ഒക്കെ ആയിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കാൻ. ഈ റോക്ക് ആർട്ടിന്റെ ഒക്കെ ഈ പാറയിൽ വരച്ചേക്കുന്നതൊക്കെ ഏതാണ്ട് 3000 മുതൽ 4000 വർഷം പഴക്കമുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഹണ്ട് ചെയ്യുന്ന സീനുകളുണ്ട്, ആൾക്കാരുടെ രൂപങ്ങള്, പിന്നെ ഡാൻസ് കളിക്കുന്നത്, വേട്ടയാടുന്നത്, ഈ വരച്ച് വെച്ചേക്കുന്നത് മാനും ആടും അങ്ങനെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട്. Normalized monogamic relationship, the one which is normal today, right? So to make a family, to make a family, to make children, they had to go through a ritual, something that we call a wedding today, and probably that's betrothal from that ritual. I say probably because everything that we know about അവിചാരിതമായിട്ട് ക്വാറി വർക്കേഴ്സ് ഡിസ്കവർ ചെയ്തതാണ് ഈ ഏരിയ. അതൊരു 1930-കളിലായിരുന്നു. ഇവിടുന്ന് പിന്നെ റിസർച്ചേഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് അസർബൈജാൻ ആൻഡ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അവിടുന്ന് ഉള്ള റിസർച്ചേഴ്സ് ഒക്കെ കൂടിയാണ് ഐഡന്റിഫൈ ചെയ്തത്. ഇവിടുന്ന് ഇത് ഐഡന്റിഫൈ ചെയ്ത് പിന്നെ ഇതിനെ പറ്റിയുള്ള സ്റ്റഡിയൊക്കെ നടത്തിയത്. ഈ 6000-ഓളം റോക്ക് കാർവിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത് പാറയിലെ ചിത്രങ്ങൾ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ് നമുക്ക് പോകേണ്ടത് നെക്സ്റ്റ് എന്താണ് ഫയർ മൗണ്ടൻ എന്ന് പറയും, ബേണിംഗ് മൗണ്ടൻ. അതിന് മുമ്പ് നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിറ്റിയിലേക്ക് പോയി ലഞ്ച് കഴിച്ചിട്ടാണ് ഇനി ഫയർ മൗണ്ടനിലേക്കും പിന്നെ അത് കഴിഞ്ഞ് ഫയർ ടെമ്പിളിലേക്കും ഒക്കെ പോകാനുള്ള പ്ലാന്. ഇതൊരു ചെറിയ സിംഹത്തിന്റെ ഷേപ്പുള്ള റോക്കാന്നാണ് പറയുന്നത്. അത്ര വലിയ ഷേപ്പ് തോന്നിയില്ല. നമ്മുടെ മീശപ്പുലിമല, സൂര്യനെല്ലിക്ക് അടുത്തുള്ള മീശപ്പുലിമലയ്ക്കൊക്കെ ഇച്ചിരി നല്ല ഷേപ്പുണ്ട്. 1846 ആദ്യമായിട്ട് ഓയിൽ കൊമേഴ്സ്യലി ഡ്രിൽ ചെയ്ത ഒരു സ്ഥലമാണെന്ന് പറയുന്നത്. ഓയിൽ ഫീൽഡ് ഇവിടെ എങ്ങാണ്ടുണ്ട്. അതാ ഈ ബ്ലാക്ക് ഇതിനകത്തുള്ളതാണ്. 1840s ആദ്യമായിട്ട് ഓയിൽ ഡെവലപ്പ് ചെയ്ത സ്ഥലം. ഈ മിഡിൽ ഈ കാണുന്നതാണ്, ഈ നടുക്ക് ഈ കാണുന്നതാണ് പ്രിസർവ് ചെയ്തേക്ക്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ വിട്ട് വീണ്ടും സിറ്റി ലക്ഷ്യമാക്കി പോവുകയാണ്. ഹൈവേ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് സിറ്റിയിലേക്ക് വന്നു. കാരണം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വേറെ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ഫയർ മൗണ്ടൻ ഒക്കെ ഉള്ളത്, അങ്ങോട്ട് പോകേണ്ടത്. ഫോർമുല 1 അടുത്ത മാസമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഗാലറി എല്ലാം ഇരിക്കുന്നു. 19 to 21 സെപ്റ്റംബറാണ് ഫോർമുല 1 നടക്കുന്നത്. അതുകൊണ്ട് സീറ്റുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലാണ് ഫോർമുല 1, 6 കിലോമീറ്റർ ഉള്ള സർക്യൂട്ടാണ്. അപ്പോൾ അവിടെയാണ് ഫോർമുല 1 നടക്കേണ്ടത് അടുത്ത മാസം. ഉച്ചക്കലത്തെ ലഞ്ച് നമ്മൾ ഇവിടുന്ന് കഴിച്ച ഒരു ചെറിയൊരു ട്രഡീഷണൽ ഒരു ഉഗൂർ റെസ്റ്റോറൻ്റാണ്. ഉഗൂർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഭാഗമായിട്ടുള്ള ഉഗൂറിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. വണ്ടിക്കാർ ഇച്ചിരി ഒരു പോഷ് സ്ഥലത്താണ് കൊണ്ട് നിർത്തിയത്. പിന്നെ ഞാൻ പോയപ്പോൾ നമ്മളൊരു പാഠം പഠിച്ചായിരുന്നു. ഈ ഡേ ട്രിപ്പുകാർ ടൂറുകാർ പാക്കേജ് കൊണ്ടുപോകുന്നത് കൊള്ളാവുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കത്തിയായിരിക്കും. അതുകൊണ്ട് അവിടെ കയറിയില്ല. അപ്പോഴത്തെ തന്നെ ഒരു ചെറിയൊരു ട്രഡീഷണൽ ലോക്കൽ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. പഞ്ചറൊക്കെ ആയത് കാരണം കുറേ ലേറ്റായി. അതുകൊണ്ട് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. 2 പേര് ലോക്കൽ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഈ തന്തൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്തൂരി പോലത്തെ പരിപാടിയാണ്. തന്തൂരിക്കാണ് ഇവിടെ ഈ തന്തൂരി എന്ന് കേൾക്കുന്നത്. ഇവിടെ ഒരു ചെറിയ തന്തൂരി ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റിൻ്റെ സ്ഥലമാണ്. യാങ്കോ ടാക്സി പോലെ തന്നെ യാങ്കോയുടെ ആപ്പ് ഫുഡ് ഡെലിവറി നമ്മുടെ സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ളതാണ് യാങ്കോയുടെ ഫുഡ് ഡെലിവറി ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോകുന്നത് ഫയർ മൗണ്ടനിലേക്കാണ്. സിറ്റിയിൽ നിന്ന് ഒരു 25 മിനിറ്റ്സേ ഉള്ളൂ. ഫയർ മൗണ്ടൻ കാണാനുള്ള പോക്കലാണ്. ഈ ഫയർ മൗണ്ടൻ ഇവിടെ അറിയപ്പെടുന്നത് യനാർദാഗ് എന്നാണ്. യനാർദാഗ് അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യമായിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ ഗ്രൂപ്പായിട്ട് എടുത്ത് നമ്മൾ അകത്ത് കയറി വരേണ്ടത് മലയാളികളൊക്കെ ഉണ്ട്. ഒരു ഈ ഗൾഫ് കൺട്രീസിൽ നിന്ന് ടൂറിന് വന്നേക്കുന്ന അസർബൈജാൻ കാണാൻ വേണ്ടി വന്ന ടൂറിസ്റ്റുകളായിരുന്നു ധാരാളം പേര്. ഈ ജോർജിയ അസർബൈജാനൊക്കെ കാണാൻ ഗൾഫിൽ നിന്ന് മലയാളികൾ ഒത്തിരി പേര് വരുന്നു. യനാർദാഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ബേണിംഗ് മൗണ്ടൻ എന്നാണ്. അവരുടെ അസർബൈജാനി ഭാഷയിൽ എരിയുന്ന കത്തുന്ന മൗണ്ടൻ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്.
now in front of us we can see the burning mountain that Azerbaijani calls the fire mountain, or Yanardağ also we can call it in Azerbaijani. Unfortunately, we don't know the exact time of this fire, but they're saying us that ഫയർ മൗണ്ട് 2000 വർഷമായിട്ട് കത്തുന്ന തീയെന്നാണ് പറയുന്നത്. കത്തുന്ന തീയ നല്ല ചൂട്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ ചൂട്! ഓ ഉയ്യടാ, പൊള്ളുന്ന തീയ. 2000 വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മൗണ്ടന. എന്താ ചൂട്! നാച്ചുറൽ ഗ്യാസ് കാരണമാണ്. ഇപ്പം നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. ബാക്കു സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഈ ബാക്കു വരുന്നവരെല്ലാം ഇത് കാണാനും വരും. അസർബൈജാനിലെ ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനുമാണ്. അതുകൊണ്ട് ഈ കൺട്രി അസർബൈജാൻ അറിയപ്പെടുന്നത് തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. കാരണം പഴയ സൗരാഷ്ട്രൻ മതമുള്ള സമയത്ത് ഇതൊരു വിശുദ്ധ സ്ഥലം പോലെയാണ് അവർ കരുതുന്നത്. കാരണം ഈ ഫയറും സൗരാഷ്ട്രീയൻ ഇതുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടല്ലോ. നമ്മുടെ അതായത് ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ഇവിടെ സൗരാഷ്ട്രീയൻ ജനതയായിരുന്നല്ലോ കൂടുതലും. അപ്പൊ ആ സമയത്ത് ഈ ഫയർ ടെമ്പിളിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. നമ്മൾ ഫയർ ടെമ്പിളിലെത്തി. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് തോന്നുന്നു. ഔട്ട്സൈഡ് സിറ്റി. ഫയർ ടെമ്പിൾ അവിടെ നിന്ന് വലിയ ദൂരമില്ല. അപ്പൊ ഇതിന് പറയുന്നത് അത്തേഷ്ഗ എന്നാണ് പറയുന്നത്. അത്തേഷ്ഗ ബാക്കു, അതായത് ഫയർ ടെമ്പിൾ ഓഫ് ബാക്കു. സൗരാഷ്ട്രിയൻസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സിഗ്നിഫിക്കൻസ് അവരുടെയാണ്. കാരണം അവരുടെ മെയിൻ ആചാരങ്ങളുടെ ഭാഗമായിരുന്നുണ്ട് ഈ ഫയർ ടെമ്പിളൊക്കെ. കാരണം ഈ തീ എപ്പോഴും ഒരു പരിശുദ്ധിയുടെ അടയാളം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇപ്പൊ ഇറാനിയൻ ഇന്ത്യൻ ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഇതിനകത്തൊരു ഹിന്ദു കണക്ഷനുണ്ട്. ഹിന്ദു, സിഖ് ആൻഡ് സൗരാഷ്ട്രിയൻ പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അത്താഷ് എന്ന് പറഞ്ഞാൽ പേർഷ്യനാണ്. ആൻഡ് അസർബൈജാനി വേർഡ്, ഈ പേർഷ്യൻ അസർബൈജാനി വേർഡിൽ അത്താഷ് എന്ന് പറഞ്ഞാൽ ഫയർ എന്നാണ്. they're saying us that at the beginning of the 7th century, Zoroastrians they came here and they started to use this place like worship. E ora estamos en el frente del templo de fuego que se llama en nuestro idioma Ateşka. Antes de entrar yo quiero vosotros dar atención. സംസ്കൃതമാണ് എഴുതിയേക്കുന്നത്. ഗണേശയുടെ പേരിലുള്ള ഫയർ ടെമ്പിൾ പണ്ടത്തെ ഒരു ഹിന്ദു കണക്ഷനുമാണത്. സംസ്കൃതത്തിലാണ് എഴുതിയേക്കുന്നത്. 17-18 നൂറ്റാണ്ടുകളിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. 19-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഒരു എന്താ പറയാ അബാൻഡൻഡ് ആയിട്ട് ആരും അങ്ങനെ നോക്കാനൊന്നും ഇല്ലാതെ അങ്ങനെ കുറച്ച് കിടക്കുമായിരുന്നു. അതിന്റെ ഒരു റീസൺ പറയുന്നത് ആ സമയത്ത് കുറെ ഇന്ത്യക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ പോപ്പുലേഷൻ കുറെ കുറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ 19-ാം നൂറ്റാണ്ടിലും നോക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. പിന്നെ ആ ഏരിയയിലെല്ലാം കൂടുതലും പെട്രോളിയം പ്ലാന്റ്സുകളൊക്കെ വന്നു. ലോർഡ് ഗണേശയുടെ റൂമാണ്. ലോർഡ് ഗണേശാണ്. സൗരാഷ്ട്രിയൻസിനാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. അവരുടെ ഒരു റിലീജിയസ്, അവരുടെ ഒരു മത ആചാരങ്ങളുടെ ഒരു മെയിൻ കേന്ദ്രമാണല്ലോ ഫയർ ടെമ്പിൾ. ആ സമയത്ത് ഇന്ത്യയിൽ സെറ്റിലായ പാഴ്സികൾ, അസർബൈജാനിലൊക്കെ ഇസ്ലാം വന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത പാഴ്സികൾ അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ആയിരുന്നു ഇത്. അവർ മർച്ചൻസ് ഒക്കെ ആയതുകൊണ്ട്, അവർ കച്ചവടക്കാരൊക്കെ ആയതുകൊണ്ട് ഈ കാസ്പിയൻ റൂട്ട് വഴി, ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് വഴിയുള്ള കച്ചവടങ്ങളൊക്കെ അവർ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അവരിവിടെ വരുമായിരുന്നു. നടരാജ. So now in front of us we have the dancing god of the Hindu religion called Shiva. Also at the same time ഈ നടരാജാണ് ഒറിജിനൽ പണ്ടത്തെ പുരാതനമായ നടരാജ. ഇത് പക്ഷേ അതിൻ്റെ ഒരു പുതിയ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നതാണ്. വലുതായിട്ടുണ്ടാക്കി ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. ചെറിയത് അതിൻ്റെ ഷാഡോ ആണ് ബാക്കിൽ വരുന്നത്. ഒരു റൂമിൽ ചെറിയ ഗണേശുണ്ട്. പിന്നെ ഇവിടെ നടരാജ വിഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഹിന്ദു കൾച്ചറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇത് കാണിക്കുന്നത് ഈ സൗരാഷ്ട്രിയൻ ഫയർ ടെമ്പിളിൽ. 1975-ലാണ് ഇത് ഈ കംപ്ലീറ്റ് കോംപ്ലക്സ് എല്ലാം കൂടെ ഒരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പം ധാരാളം വിസിറ്റേഴ്സ് വരുന്നുണ്ട്. Like the Azeri, or the language that we're using, like the Azeri language, but actually it's a big mistake. Yes, we have a nationality like Azeri, but that Azeri is not us. Azeri, it's 100% Zoroastrian nationality. That imagine that it's a map of the Iran, and they're living at the south part. Azerbaijanis, they are like Muslims. So why we have a problem like that? Because Azerbaijan, like 70 years, was a part of the Soviet Empire. So at that time, Joseph Stalin was on the way. Please, if you want to call us, you can call our nationality like Azerbaijani, the language that we're using like Azerbaijani language. So also you can see the holes inside of this room and also in other rooms. That actually is the same thing that we saw in the mud volcanoes. So there was a gas that was like സൗരാഷ്ട്രീയൻ ട്രഡീഷൻ അനുസരിച്ച് മരിച്ചവരുടെ ഇങ്ങനെ പാറപ്പുറത്ത് കുന്നിൻ്റെ മുകളിലൊക്കെ കിടത്തുമല്ലോ. കഴുകന്മാരും പരുന്തുകളും ഒക്കെ വന്ന് ബോഡി കഴിച്ച് അങ്ങനെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ കൂടാണ്
അത് സംസ്കരിക്കപ്പെടുകയല്ല. അങ്ങനെ മരിച്ച ശവങ്ങൾ വീണ്ടും ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ്. അതൊക്കെയാണ് അവരുടെ ആ ട്രഡീഷൻ. നല്ലൊരു മോഡേൺ കൾച്ചർ തന്നെയാണ് എന്ന് പറയാം. അവരുടെ മോഡേൺ റിലീജിയസ് ടോളറൻസ് ഇൻ അസർബൈജാൻ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതും പണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഫയർ ടെമ്പിളിനകം. അവിടെ എവിടെയൊക്കെ കിണർ പോലൊക്കെ ഉണ്ട്. താഴോട്ട് എന്താ ഉണ്ട്, കിണറാന്ന് തോന്നുന്നു. താഴെ വെള്ളമുണ്ട്, വെള്ളം കാണാം. ഇവിടെ എന്താന്ന് നോക്കാം. 3 റൂമുള്ളൂ. ആദ്യം കണ്ട 3 റൂമാണ് ഒറിജിനൽ. ഇത് ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിങ് ഓൺ ദ ഗ്ലാസ് ഈസ് നോട്ട് അലൗഡ്. ഇത് കിണറാണ് പണ്ട് കാലത്തെ. അത് വെള്ളമൊന്നും കാണുന്നില്ല. അല്ലല്ല, കിണറാണോ അതോ ഗ്യാസ് വരുന്നതാണെന്ന് തോന്നുന്നു. പണ്ടത്തെ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ നാച്ചുറൽ ഗ്യാസ് കൊണ്ട് ഫയർ ഉണ്ടായിരുന്നതാണ് ഗൈഡ് പറഞ്ഞത്. കാരണം കൊമേഴ്സ്യലി ഗ്യാസ് എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നത് 19th സെഞ്ച്വറിയിലായിരുന്നു. അതിന് മുമ്പ് തന്നെ ഇവിടെ 6th സെഞ്ച്വറി തന്നെ ഈ സൗരാഷ്ട്രൻ ടെമ്പിളിനകത്ത്, ഈ ഫയർ ടെമ്പിളിനകത്ത് ഗ്യാസ് വെച്ചാണ് ഫയർ കത്തിക്കുന്നത് പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് എരിയുന്ന ഫയർ ടെമ്പിളിൽ കണ്ടിന്യൂസ് ആയിട്ട് എരിയുന്ന ഫയർ 1969 അത് കെടുത്തിയത്. അതുവരെ ഈ ഫയർ മൗണ്ടനിലൊക്കെ ഉള്ള പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാസ് വെച്ചാണ് കത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 69 കഴിഞ്ഞ് ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൈപ്പ് ഗ്യാസ് ആണ്. പൈപ്പിൽ കൂടെ വരുന്ന ഗ്യാസ് വെച്ചാണ് കത്തിക്കുന്നത്. മ്യൂസിയം ഉണ്ട്. സൗരാഷ്ട്രീയൻ കൾച്ചറൊക്കെ ഡെപ്പിക്ട് പല പ്രതിമകളും ഒക്കെ ഉണ്ട്. അവരുടെ കൾച്ചർ കാണിക്കുന്നു. ഒരു മിനിയേച്ചറാണ് തോന്നുന്നു. ഫയർ ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ പോലുള്ള കൾച്ചർ രസമുണ്ട്. പുറത്തു നിന്നൊക്കെയുള്ള ഫോട്ടോ എടുക്കാൻ സമയമുള്ളതാണ് പറഞ്ഞത്. ടെസ്ലയുടെ ട്രക്കും സൈബർ ട്രക്കാണ്. സൈബർ ട്രക്കാന്ന് തോന്നുന്നു. ചാർജ് ചെയ്യാവുന്ന കൾച്ചറൽ സെൻ്ററാണ്. അകത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Speakers, attention please. Now in front of us we can see the Hyder Aliyev Culture Center. That they started to build that in 2007 and construction finished in 2012. Inside it has 2 types of the museum. One of them is a car museum. സിറ്റിയിലേക്ക് വരുമ്പോഴാണ് ഈ കാണുന്നതാണ് ഹൈദർ അലിയേവ് കൾച്ചറൽ സെന്റർ. 5 മണിയോടുകൂടി ഇത് അടയ്ക്കും. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 5 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ സെന്ററാണ്. ഇത് മെയിനായിട്ട് ഇവിടെ ഈ വിന്റേജ് കാറുകളുടെ ഒക്കെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. അസർബൈജാന്റെ ഫൗണ്ടറായിരുന്ന ഈ ഹൈദർ അലിയേവിന്റെ കാലത്ത് യൂസ് ചെയ്യുന്ന ധാരാളം കാറുകളുടെ ഒരു കളക്ഷനൊക്കെ ഇതിനകത്ത് നല്ലതായിട്ട് വെച്ച് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോഡേൺ കാറുകളും വിന്റേജ് കാറുകളും ഒക്കെ ഉള്ള ഒരു മ്യൂസിയമാണ്. അങ്ങനെ അത് അകത്ത് കയറാതെ പുറത്തുനിന്ന് കാണേണ്ടി വന്നു. പുറം കാഴ്ചകളൊക്കെ തന്നെയുള്ള നല്ലൊരു ലോണൊക്കെ ഉണ്ട്. ചെറിയ ഫൗണ്ടനൊക്കെ വെച്ച് വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3ാമത്തെ ദിവസം ഇവിടെ കണ്ടത്. ഇനിയിപ്പോൾ നാളെ സമയമില്ല, കാരണം ഉച്ചയ്ക്ക് ജോർജിയയ്ക്കുള്ള ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ രാവിലെ മേജർ കാഴ്ചകൾക്കൊന്നും സമയമില്ല. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് പോകാന്നുള്ളേ ഉള്ളൂ നാളത്തെ പരിപാടി. അപ്പോൾ ഈ ഹൈദർ അലിയേവ് സെന്റർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ പോയി. കാരണം നല്ല കറക്കമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. അപ്പം നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പം അവിടെ ഇന്ന് ഡൈനിങ് ഇല്ലല്ലോ, പാഴ്സലേ ഉള്ളൂ. അവിടെ നിന്ന് ഒരു ബിയറൊക്കെ കഴിച്ച് റുമാലി റൊട്ടി ചിക്കനും ഒക്കെ പാഴ്സൽ മേടിച്ചുകൊണ്ട് റൂമിൽ പോയിരുന്നാണ് കഴിച്ചത്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ദിവസം കൂടെ കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ദിവസം അസർബൈജാനിലെ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ ഉദ്ദേശിച്ച കാഴ്ചകൾ മിക്കതും കണ്ടു. നമ്മുടെ ഹൈദർ അലിയേവ് കൾച്ചറൽ സെന്റർ മാത്രം അകത്ത് കയറാൻ പറ്റാതെ ഉള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് അത് മിസ്സായി. അങ്ങനെ നമ്മുടെ അസർബൈജാന്റെ യാത്ര ഓൾമോസ്റ്റ് തീരുകയാണ്. നാളെ ഇപ്പോൾ രാവിലെ വൈൻഡപ്പ് ചെയ്ത് ജോർജിയയ്ക്ക് ട്ബിലിസിക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ കൂടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഇതുപോലെ റിലാക്സ് ആയിട്ട് ചെയ്യുന്ന യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയറും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.